ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈബ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ഒരു ചിൽഡ്രൻസ് പാർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഇത് ചൈതന്യ ചിൽഡ്രൻസ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് അടിപൊളി ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും നാടൻ ഭക്ഷണശാലയുള്ള ഒരു ചെറിയ ഹോട്ടലും പിന്നെ നമുക്കൊരു അഗ്രികൾച്ചർ പാർക്കും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡു സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്മൾ ഈ പാർക്കിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഗ്രീനറി കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ ഒരു പീസ്ഫുൾ ഏരിയയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ വണ്ടികളൊന്നും കണ്ടില്ല, വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സൈക്കിളുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇത് ചിൽഡ്രൻസിന് ഒരു റെൻ്റ് എടുത്ത് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതുപോലെയുള്ള ബോളുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതിനകത്ത് കുറച്ച് പിള്ളേരുകൾ കടന്ന് ചാടി അവർ ആസ്വദിക്കുന്നതും കാണാൻ സാധിച്ചു. അവർക്കൊക്കെ ഇതൊരു സ്വർഗം കിട്ടിയ ഒരു ഫീലിംഗ് ആണ്, ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ പിള്ളേരെ ഇവിടെ കൊണ്ടുവരൂ. അപ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള പല പല റൈഡുകളും ആക്ടിവിറ്റികളും ഇതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡു സ്പോട്ടാണ്. എനിക്ക് കാണാൻ സാധിച്ചു ഇതുപോലുള്ള ചെറിയ ആനിമൽസിനെ ഇവരിവിടെ ചെറിയ സ്റ്റാച്യൂസായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ചെറിയ പിള്ളേർക്കൊക്കെ ഇത് എന്താണെന്നൊക്കെ ചോദിച്ച് ഓരോ പേരൻസിനോട് ചോദിച്ച് പോകുന്നതൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് പറ്റിയ ഒരു ബോട്ടിങ്ങും ചെറിയൊരു ബോട്ടിങ് സെറ്റപ്പും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വൈകുന്നേരങ്ങളിൽ പതുക്കെ സ്റ്റാർട്ട് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റപ്പ് ഒക്കെ കാണാൻ സാധിച്ചു. ഇത് സ്റ്റാർട്ടായിട്ടില്ല, ഇത് റിനോവേഷൻ ടൈമിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നടന്ന് പോകുന്ന വഴിയിലൂടെ ഇതുപോലുള്ള ഓരോരോ സ്ലൈഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ചൈതന്യ അഗ്രി ബയോ പാർക്കിലേക്കാണ്. അവിടെ മനോഹരമായിട്ട് നമുക്കൊരു ഗുഹ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു സ്നേക്ക് ഇരിക്കുന്നതും ഹെന്നും ഒക്കെ കാണാൻ സാധിക്കും നമുക്ക്. സംഭവം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഇടയ്ക്ക് പെയിൻറ്റിങ് കഴിഞ്ഞുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഒരു ആനേനെ കാണാൻ സാധിച്ചു. കണ്ടാൽ ഒറിജിനലാണെന്ന് ആദ്യമേ തോന്നി. ചൈതന്യ കേശവൻ എന്നാണ് ഇവന് പേരിട്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയല്ലേ കാണാൻ? സംഭവം കൊള്ളാമല്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രില്ലിനകത്ത് ഇങ്ങനെ പണ്ടത്തെ സാധനങ്ങളൊക്കെ കാർഷികപരമായിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളും വീട്ടിലെ പണ്ടത്തെ സാധനങ്ങളും ഈ ഓൾഡൻ ടൈപ്പ് ഫോണും ഇങ്ങനത്തെ ഈ കരകൗശല കാര്യങ്ങളൊക്കെ ഇവരിവിടെ ഒരു ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വരാൻ പറ്റിയ ഒരു കിഡു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ പിള്ളേർക്ക് പറ്റിയ ഓരോരോ ആക്ടിവിറ്റീസ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല. നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പറ്റിയ ഓരോ ആക്ടിവിറ്റീസുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ വള്ളത്തിലൊക്കെ ഒന്ന് കയറിയിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. എന്തായാലും ഞങ്ങൾ ചെന്ന ടൈമിൽ ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ചുകൂടി അങ്ങ് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്ന നമ്മുടെ ആ കാട്ടുപോത്തില്ലേ, അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ഒരു ആന, കുതിര, ഇങ്ങനെ പല പല സ്റ്റാച്യൂസുകൾ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിതൊക്കെ കണ്ട് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇരുന്ന് ഒന്ന് ആടാൻ വേണ്ടി ഇതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ ഒരു ഊഞ്ഞാൽ പോലത്തെ സെറ്റപ്പുകളും ചെറിയ കിളിക്കൂടുകളും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് ഫുള്ള് ഇങ്ങനെ ഓരോരോ ആനിമൽസ്, ജിറാഫ്, അങ്ങനെ ചെറിയ ഓരോ ആനിമൽസുകൾ, എല്ലാ ആനിമൽസുകളും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് പോലത്തെ ഒരു സെറ്റപ്പ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആന. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് മറ്റേനേക്കാളും കുറച്ചുകൂടിയും വലിപ്പമുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ മരത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മരത്തിൻ്റെ മുകളിൽ രണ്ട് പക്ഷികളിരിക്കുന്നതും താഴെ ഒരു മയിൽ നിൽക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
എല്ലാം കഴിഞ്ഞു എന്നോർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ജിം പോലെ ചെറിയ സെറ്റപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പം മുതിർന്ന ആൾക്കാർക്കും ഒന്ന് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അത് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രിക് കാറ് നമുക്ക് റെൻ്റെടുത്ത് ഓടിക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാറായപ്പോഴത്തേക്കും ഈ ജമ്പിങ് ചെയ്യുന്ന ഈ സാധനം ഒരു ഓപ്പണാക്കി. പിള്ളേരെന്തായാലും അർമാദിച്ചു അതിനകത്ത് കിടന്ന്. നമുക്ക് കാണാം. ഇത് അപ്പോഴത്തേക്കും ആൾക്കാർ പതുക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതിന് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.